Hello കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. The coordinate of point P on x-axis equidistant from the points A -10 and B 50 is. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കോർഡിനേറ്റ് ജോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. x-ആക്സിസിൽ ഒരു പോയിന്റ് P, അത് എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എയുടെ കോർഡിനേറ്റ്സ് -1 0, ബിയുടെ കോർഡിനേറ്റ്സ് 50, പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് x0 എന്ന് എഴുതാം. എക്സ് ആക്സിസിലുള്ള കോർഡിനേറ്റ്സിനെല്ലാം y കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലുള്ള ഒരു ആൻസർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് എയിൽ നിന്ന് പിയിലേക്കും പിയിൽ നിന്ന് ബിയിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AP = PB. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് AP-യും PB-യും കണ്ടുപിടിക്കാം നമുക്ക്. AP = √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. AP കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ 2 പോയിന്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ x1 = -1, x2 is x and y1 is 0, y2 also 0. ഈ വാല്യൂസ് നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AP = √x -1 പ്ലസ് x -1 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 0 ഹോൾ സ്ക്വയർ. 0 - 0 ഹോൾ സ്ക്വയർ അങ്ങനെ ക്യാൻസൽ ആയി പോവും. അപ്പോൾ AP = √x പ്ലസ് ആവും 1 ഹോൾ സ്ക്വയർ, x + 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അടുത്തതായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് PB നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ 2 പോയിന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. x1 = x, x2 = 5, y1 and y2 are 0. ഇത് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PB = √5 - x ഹോൾ സ്ക്വയർ പ്ലസ് 0 - 0 ഹോൾ സ്ക്വയർ. ആദ്യത്തെ പോലെ തന്നെ 0 - 0 ഹോൾ സ്ക്വയർ അങ്ങനെ ക്യാൻസൽ ആയി പോവും. PB = √5 - x ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. AP = PB. അങ്ങനെ ആകുമ്പോൾ നമുക്ക് APയുടെ ഈ വാല്യൂവും PBയുടെ ഈ വാല്യൂവും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. √x + 1 ഹോൾ സ്ക്വയർ = √5 - x ഹോൾ സ്ക്വയർ. LHSലും RHSലും സ്ക്വയർ റൂട്ട് ഉള്ളത് കൊണ്ട് നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പോൾ x + 1 ഹോൾ സ്ക്വയർ = 5 - x ഹോൾ സ്ക്വയർ എന്നായി. ഇനി നമുക്ക് ഇത് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ x² + 2x + 1 = 25 - 10x + x² എന്ന് കിട്ടും. LHSലും RHSലും x² ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ 2x, ഈ 10x LHSലോട്ട് വരുമ്പോൾ പ്ലസ് 10x ആവും =25. ഈ +1 RHSലോട്ട് പോകുമ്പോൾ -1 ആയി മാറും. 2x + 10x is 12x =25 - 1 is 24. x = 24/12. നമുക്കിത് രണ്ടും സിംപ്ലിഫൈ ചെയ്യാം. 24ൽ 12 2 times, 12ൽ 12 1 time. x = 2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. x 2ഉം y 0 ആയിട്ടുള്ള ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.